എം എ നിഷാദ്, ഏറ്റവും പ്രധാനപ്പെട്ട ചില വശങ്ങൾ ഇവിടെ ഉയർന്നു വന്നത് താങ്കളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ആ സിനിമയുടെ പേര് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ഒരു തമിഴ് സിനിമയാണ് ഇതിനൊക്കെ പ്രചോദനമായത് എന്നത് കൂടി വരുന്നു. അതുകൊണ്ട് താങ്കൾക്ക് ആ അർത്ഥത്തിൽ കൂടി ഇതിനോട് പ്രതികരിക്കാൻ ബാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടം വളരെ അപകടകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഈ ജെൻസി പിള്ളേരെ പൂർണ്ണമായിട്ടും അടച്ചാക്ഷേപിക്കേണ്ട, അങ്ങനെ ചെയ്തിട്ടും ഇല്ലാന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ ഇപ്പോൾ ജോർജ് സാർ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട്. അത് പേരൻറ്റിങ് എന്നുള്ളൊരു സംഭവം തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് നിഷിദ്ധമായിരിക്കുന്നു. ഒറ്റയ്ക്ക് വളർന്നൊരു കുട്ടിക്ക് വളവുണ്ടായിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വലിയ വിഷയം സിനിമ മാത്രമാണോ എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. കാരണം സിനിമ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും വീരാരാധനകൾ പലപ്പോഴും ഉണ്ടാവുന്ന സിനിമകളിലൂടെയാണ്. അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പടങ്ങൾ കാണുന്ന ജയൻ്റെയും പിന്നീട് മമ്മൂട്ടി മോഹൻലാലൊക്കെ വരുമ്പോഴും ഞങ്ങൾക്കൊക്കെ ഈ ആ കാലഘട്ടത്തിലെ വിൻസെൻ്റ് ഗോമസിനെയും അതുപോലെ തന്നെ ബൽറാമിനെയൊക്കെ കാണുമ്പോൾ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അവതരിപ്പിച്ച ആ കഥാപാത്രങ്ങളെ കാണുമ്പോൾ ഒരു വീരാരാധന തോന്നുമായിരുന്നു. ആ വീരാരാധനയൊക്കെ എന്ന് പറഞ്ഞാൽ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവർ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകളുള്ള അങ്ങനെ ഒരു വീരാരാധന. പക്ഷേ ഇന്ന് കാലഘട്ടം മാറിയിരിക്കുന്നു. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വല്ലാത്ത കടന്നുകയറ്റം ഭയങ്കരമായിട്ട് ഈ രംഗത്തെ ഞാൻ ഈ കരുവാറ്റയിലെ കൊലപാതകം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനേക്കാളും നീചമായ എത്രയോ കാര്യങ്ങൾ സംബന്ധിച്ചു. ഒരു പയ്യൻ അവൻ്റെ വീട്ടിലെ അമ്മയും അനിയനെയും ഉൾപ്പെടെ എത്ര പേരെ കൊന്ന ഒരു വാർത്ത നമ്മൾ വേദനയോടുകൂടി വായിച്ചാൽ ഇപ്പോൾ അകത്താണ്. ഞാനിപ്പോൾ ഈയിടയ്ക്ക് US നടന്നൊരു സംഭവം അത് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ അർജുൻ അരവിന്ദ് എന്നൊരു പയ്യൻ ChatGPTയുടെ സഹായം തേടിയിരിക്കുന്നു അവൻ്റെ അമ്മയും ബ്രദറിനെയും കൊല്ലാൻ വേണ്ടി. അപ്പോൾ ChatGPT എന്ന് പറഞ്ഞൊരു സംഭവത്തിലൂടെ അവനത് ചോദിച്ച് മനസ്സിലാക്കി അവനത് ചെയ്തിരിക്കുന്നു. അതിനകത്തൊരു ചെറിയൊരു സംഭവം പറയാം. ഇതൊരു ഫോക്സ് ന്യൂസിൽ വന്നതാണ്, ഞാനൊന്ന് വായിക്കാം. A 17-year-old allegedly used ChatGPT to explore fantasies about killing his family. Investigators says Arjun Aravind searched for theoretical ideas of fantasies regarding killing his family before the deaths, part of what they describe as a pattern of concerning internet activity. ഇത് US ഈ അടുത്ത സമയത്ത് നടന്ന സംഭവമാണ്. തീർച്ചയായിട്ടും ഈ ChatGPT എന്ന് പറയുന്നത് മനുഷ്യനെ നമുക്ക് ഓരോ കാര്യങ്ങളെയും വളരെ ക്ലിയറായിട്ട് യാന്ത്രികമായി മനസ്സിലാക്കി തരുന്ന, നമ്മുടെ സുബോധത്തെക്കാളുപരിയായിട്ട് ചിന്തിക്കാൻ അവസരം കൊടുക്കാതെ തന്നെ നമുക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ക്ലിയറായിട്ട് പറഞ്ഞു തരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും അജിംഷാദും മറ്റുള്ളവരും എല്ലാം ജീവിക്കുന്നത്. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ഇൻ്റർനെറ്റ് ഉപയോഗത്തെപ്പറ്റി വളരെ ഗഹനമായിട്ടൊരു പഠനം ആവശ്യമാണ്. അപ്പോൾ പിന്നെ ജോർജ് സാറസ് പറഞ്ഞതുപോലെ ഇപ്പം മനഃശാസ്ത്ര വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരിവിടെ ഉണ്ട്. ഇതിനെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഇതിനാവശ്യമുണ്ട്. ഈ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൂലച്യുതി അത് ചെറുപ്പക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെന്നൊരു വസ്തുതയാണ്. സിനിമയായാലും ChatGPT ആയാലും സോഷ്യൽ മീഡിയ ആയാലും അവൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ഇതൊക്കെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് കൊലപാതകവും ക്രൈമും എല്ലാം വളരെയേറെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ വീരാരാധന കാണുന്ന ഒരു സമൂഹം ഇവിടെ ഉയർന്നു വരുന്നോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ജിംഷാദെ. അപ്പോൾ സിനിമയിലെ ചില രംഗങ്ങളും ചില സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല. ഞാൻ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. സിനിമ സ്വാഭാവികമായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. ഇവിടെ കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്ത സിനിമകൾ വന്നപ്പം എത്രയോ പേർ അതിൻ്റെ പുറകിൽ പോയിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഡോൺ ടൈപ്പ് ഓഫ് മൂവീസ് പഴയ പോലെ അല്ലല്ലോ. പഴയ പോലെ ഇപ്പം നമുക്ക് നാട്ടിൻപുറത്ത് ക്ഷേത്രമുറ്റത്താണെങ്കിലും പള്ളിമുറ്റത്താണെങ്കിലും അല്ലെങ്കിൽ പിന്നെ കുളിക്കടവിലാണെങ്കിലും എല്ലായിടത്തും കൂട്ടുകാർ തമ്മിൽ ഒരുമിച്ച് കളിക്കുകയും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയും സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ നിന്ന് അടച്ചിട്ട മുറികളിലേക്ക് ഒരു മൊബൈൽ ഫോണിൻ്റെ അകത്തേക്ക് മാത്രമായി ചുരുങ്ങിയ ലോകം, ആ ലോകത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് നമുക്ക് മനസ്സിലാവാത്ത മറ്റൊരു ലോകത്തെ പ്രവർത്തനങ്ങളൊക്കെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതൊക്കെ സ്വാധീനിക്കപ്പെടും. ചെറുപ്പക്കാരിൽ സ്വാധീനിക്കപ്പെടും.
പേരൻറ്റിങ് ഒരു വലിയ ഘടകമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളെയും അവരെ മനസ്സിലാക്കി വായനയിലൂടെ വെറും ലാപ്ടോപ്പിലും ഇൻ്റർനെറ്റും മാത്രമല്ല ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ അവരെ പെരുമാറാനും അവനെ തീർച്ചയായിട്ടും അത്തരം ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളിൽ അവനെയും കൂടി ഭാഗമാക്കാനും നമ്മൾ മുതിർന്നവർ തുനിയേണ്ടതിരിക്കുന്നു. അതെല്ലാ വിഭാഗത്തിലും, അത് വിദ്യാലയങ്ങളിലാണെങ്കിലും ശരി, കുടുംബത്തിലാണെങ്കിലും ശരി, സോഷ്യൽ ഗ്യാതറിങ്ങിലാണെങ്കിലും ശരി, എല്ലാ വിഷയത്തിലും ഈ ചെറുപ്പക്കാരെ സമൂഹത്തിൻ്റെ ഭാഗമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു പുതിയൊരു കൾച്ചർ നമ്മളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം വളരെ ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ ഓരോ കൊലപാതകങ്ങളും നടന്നു കഴിയുമ്പോൾ, ഓരോ ക്രൈമും നടന്നു കഴിയുമ്പോൾ അതിനെപ്പറ്റി അപഗ്രഥിച്ചിട്ട് കാര്യമില്ല. അത് നടക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളത് തീർച്ചയായിട്ടും അധികാരികളും അതിൻ്റെ ഒരു കണ്ണ് തുറക്കണം. പോലീസ് അത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അത് അന്വേഷിച്ചിരിക്കുന്നത്. ഇപ്പം ജോർജ് ജോസഫ് സാറിന് അതിനെക്കാരും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. കാര്യം അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിരുന്നു, ഒരു കഴിവ് തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ കറക്റ്റാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെ ഒരു പ്രൊഫഷണൽ സ്റ്റൈലിലാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കൊലപാതകം ആസൂത്രണം ചെയ്യുമ്പോൾ അവർക്ക് അവിടുന്ന് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ സോഴ്സ് എന്താണ്, എങ്ങനെയാണ് ഇത്രയും ഈ കുട്ടികൾ 17 വയസ്സുള്ള, പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ ഈ 17 വയസ്സൊന്നും ദുർഗുണ പരിഹാര പാഠശാലയിലേക്കല്ല വിടേണ്ടത്. അഡൾട്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്തവർക്കെതിരെ നിയമപരമായ നടപടി വേണം. ഇതിൻ്റെ ഭവിഷ്യത്തുകളെ നാം കേട്ടിരുന്നു. ഞാൻ തിരിച്ചെത്താം ശ്രീ എം എ നിഷാദ്.